ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങളെല്ലാവരുടെയും? സുഖമല്ലേ? കുറച്ചായി ലോങ് വീഡിയോ ഇട്ടിട്ടില്ലേ. ഞാനിന്ന് ഒരു ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു പാത്രം എടുത്ത് കുറച്ച് സുറുക്ക, ഒരു 2 ടീസ്പൂൺ തൈര്, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒറിഗാനോ, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകില്ല കേട്ടോ, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, പിന്നെ ഒരു കോഴിമുട്ട എല്ലാം കൂടി മിക്സ് ചെയ്ത്, ഒപ്പം കുറച്ച് മൈദയും കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ടൊരു 1 മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞ് നമുക്കത് ഡിപ്പ് ചെയ്യണ്ടേ, ബ്രോസ്റ്റ് പൊരിച്ചെടുക്കണ്ടേ. അതിന് വേണ്ടി ഞാനൊരു 2 കപ്പ് മൈദ, അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി, പിന്നെ ഒറിഗാനോ, ഉപ്പ്, അത്ര തന്നെ, അതും കൂടി മിക്സ് ചെയ്തിട്ട് അത് വേറെ വെച്ചു. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ബ്രോസ്റ്റിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആവശ്യമില്ല, മക്കൾക്ക് ഇപ്പോൾ അതെല്ലാം ഇഷ്ടം. പിന്നെ അത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു ഓയിലാണ് നമ്മളത് മസാല കൂട്ടി വെച്ചിട്ടില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ഈ രണ്ടെണ്ണമായിട്ട് മിക്സ് ചെയ്തെടുത്തു. വെളിച്ചെണ്ണ ചൂടായി എന്ന് കണ്ടപ്പോൾ ഓരോന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുത്തു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ യൂട്യൂബിലൊന്നും കാണുന്ന പോലെ ഒന്നും ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയൊക്കെ ചെയ്തതാണ് ഇങ്ങനെ. പിന്നെ ചിലവർ കാണാൻ ആദ്യം ഇതൊക്കെ കൂട്ടി വെച്ച് പിന്നെ അതിന് ശേഷം വീണ്ടും ഒരു മാവ് പോലെ ഉണ്ടാക്കി അതിൽ മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഈ മൈദയിൽ ഇതിൻ്റെ മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ നല്ല കട്ടി പോലെയൊക്കെ തോന്നി. ഇതിങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. സംഭവം ടേസ്റ്റാണ്. ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലാണ് അതിൻ്റെ ഉള്ളൊക്കെ നമുക്ക് വേവുള്ളൂ. നമ്മൾക്ക് ഇവിടെ മോനക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങാനായിട്ട് നല്ലതല്ല നമുക്ക് ഇങ്ങനൊന്ന് ചെയ്താൽ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.